അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഇതാ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. വലയിടുന്നത് എങ്ങനെയാണെന്ന് വലയിടാൻ വേണ്ടി പോവുകയാണ്. അതാ വഞ്ചിയിൽ വലയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ് ഗൈസ്. വലയിട്ട് മീൻ പിടിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അതാ വാട്ടർ മെട്രോ ഒക്കെ പോകുന്ന ചാലിലൂടെയാണ് നമ്മൾ ഇന്ന് വലയിടാൻ പോകുന്നത്. വാട്ടർ മെട്രോ അതാ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് ശേഷം അവിടെ നിന്ന് കുറേ ദൂരം കൂടി ഉണ്ട്. ഇവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ട്. ആ പാലമൊക്കെ കഴിഞ്ഞ് അപ്പുറത്താണ് നമ്മൾ ഇന്ന് വലയിടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് വലയിട്ട് മീൻ പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതാ എൻ്റെ ചെറുവഞ്ചിക്ക് അതാ മോട്ടറും വെച്ച് അതാ ഞാൻ പോവുകയാണ്. വലയിടുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതുണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ പാലമൊക്കെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് കാക്കനാട് വാട്ടർ. അപ്പോൾ ഗൈസ് ഇതാ വലയിടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതാ വലയിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാ വലയുടെ ആദ്യത്തെ അറ്റം അതാ പുഴയിലേക്ക് ഇട്ട് അതാ വല നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വല ഇങ്ങനെ വഞ്ചി പതുക്കെ വലിച്ച് അതാ വല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം നമ്മളിങ്ങനെ വലയിട്ട് കൊടുക്കും. വലയിട്ടതിന് ശേഷമാണ് നമുക്കത് കുറച്ച് നേരം കഴിഞ്ഞ് എങ്കിലേ നമുക്കത് മീൻ കിട്ടുകയുള്ളൂ. അതപ്പോൾ വല ഇപ്പം നീട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടോ, കുറേ വല ഇങ്ങനെ കുറച്ച് വല അധികം ഉള്ളത് കൊണ്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ വഞ്ചി വലിച്ചു കൊടുക്കണം. അപ്പോൾ വല ഇങ്ങനെ തനിയെ ഊർന്നു പോകാൻ നമ്മൾ വിടർത്തി ശരിക്ക് മീൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വിരിച്ച് വേണം വലയിട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മളുടെ അതിനകത്ത് മീൻ ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ വല ചുരുണ്ടുകൂടി വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ മീൻ ഉടക്കൂല. അതുണ്ട്. അപ്പോൾ അത് കാരണം ശരിക്ക് വിരിച്ച് കുടഞ്ഞ് അതിൻ്റെ എല്ലാം ഉടക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ വല നീട്ടാനായിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് വിടുന്നതൊക്കെ നമ്മളെല്ലാം വിരിച്ച് വേണം വല കറക്റ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് വഞ്ചിയിൽ വല ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വഞ്ചി മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ വല ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേ വല തീരാറായി. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല തീരും. കണ്ട, വലയിലൊരു മീൻ നേരത്തെ കിട്ടിയിരുന്ന ഒരെണ്ണം ഉടക്കിയിരുന്നേ വെച്ചാൽ അതെടുത്തത് വഞ്ചിയിലേക്ക് ഇട്ടുകണ്ട ഒരു മീൻ, പുല്ലൻ മീൻ, അതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഗൈസ് ഇത് കണ്ട, വല ഇട്ട് കഴിഞ്ഞ് എനിക്കൊരു ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളത് പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നേരം കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞിട്ട് വല പിടിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ മുളം കഴുക്കോല് കൊണ്ടത് വെള്ളത്തിൽ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മീനുകളൊക്കെ ഉള്ളത് അടിയിൽ ഓടി അതിൻ്റെ അനക്കം കേട്ട് ഓടി വലയിൽ ചെന്ന് ഉടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ആ മുളയെടുത്തിട്ട് അടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വല പിടിക്കുകയാണത്. കണ്ടോ, വലയുടെ ഒരറ്റത്തു നിന്ന് നമ്മൾ പതുക്കെ പിടിച്ചു കൊടുക്കുകയാണ്. അതാ വല പിടിക്കുന്നതനുസരിച്ച് വലയിൽ മീനുണ്ടെങ്കിൽ നമുക്കത് ഇപ്പുറത്തേക്ക് മാറ്റിയിടണം. ഈ പടി കണ്ട, ഈ പടിയുടെ ഇപ്പുറത്തേക്കാണ് നമ്മൾ മീൻ പിടിച്ച് മാറ്റിയിടുന്നത്. കണ്ടോ, അതിൽ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ മീനും കിട്ടിയിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ മീനുകൾ അങ്ങനെ ഉടക്കിയേക്കണം. മീനുകളൊക്കെ എടുത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് ഇടുകയാണ്. കണ്ടോ, വല പിടിക്കുന്നതനുസരിച്ച് മീനുകളും കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തുനിന്നും കിട്ടും. ചില സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കുറേശ്ശെ മീനുകൾ കിട്ടും. അത് കിട്ടുന്നതൊക്കെ നമ്മളപ്പോൾ തന്നെ മാറ്റിയിടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വല മൊത്തം പിടിച്ച് തീർത്തതിന് ശേഷമേ നമ്മൾ ഈ മീനുകളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കും. ഇപ്പോൾ ഇതാ വലയിൽ ഉടക്കിയേക്കണ മീനുകളൊക്കെ എടുത്ത് നമ്മൾ പിടിച്ച് വഞ്ചിയിലേക്ക് ആക്കുകയാണ്. എന്താ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടുകയാണ്. ഇതുകൊണ്ട് ലൈവ് ഫിഷാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, അത് കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ മീനുകൾ പിടിച്ചിടുകയാണ്. വല ഇങ്ങനെ നീട്ടി കൊടുത്തതിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മൾ വിശ്രമിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ വല ഇടുന്നത്. അതിൽ മീൻ ഉടക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കും. അതിന് ശേഷമാണ് നമ്മളത് പിടിച്ച് കൂട്ടിയിടുകയാണ്. കണ്ടോ, അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല. കുറേ സ്ഥലത്ത് വെച്ചാൽ 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള മീനുകളൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. ചില സ്ഥലത്ത് വലയിട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ചില സ്ഥലത്ത് വലയിടുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടുന്നതൊക്കെ നമ്മുടെ ഒരു ലക്ക് കൂട്ടാണ് അത് കിട്ടുന്നത്. അത് എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ചിലപ്പോൾ ഒരേപോലെ മീനുകൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇട്ടപ്പോഴത്തേക്ക് അതുകൊണ്ട് കുറച്ച് മീനുകൾ കിട്ടുന്നുണ്ട്. ഇതൊന്നും അധികമല്ല, കുറച്ച് മീനുകളൊക്കെ ഇത് കിട്ടുന്നുള്ളൂ. പിന്നെ കൂടുതൽ മീനുകളൊക്കെ നമുക്ക് വല നിറച്ച് മീനുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്തൊക്കെ വലയിൽ ഫുള്ള് മീനായിട്ട് നമുക്ക് പോരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുറച്ച് മീനേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും കിട്ടിയത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എന്താ വലയിൽ വഞ്ചിയിൽ ഇങ്ങനെ നിന്ന് വല പിടിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ നടുവൊക്കെ വേദന എടുക്കും. കുറേ നേരം ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ നടു ഇതൊക്കെ വേദന എടുക്കും. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. അതാ വല പിടിച്ച് തീർത്തിരിക്കുകയാണ്. ഇനി മീനെടുക്കണം. ഇനി ഇപ്പുറത്ത് വന്നിരുന്ന് നമ്മൾ ഈ മീനുകളൊക്കെ എടുക്കും. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. എന്തായാലും മീനുകളൊക്കെ എടുത്ത് മീനുകളുടെയൊക്കെ ഫോട്ടോസ് എന്തായാലും നിങ്ങളെ അപ്പോൾ ഗൈസ് ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനുകളൊക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം നല്ല വീഡിയോസുമായി ഇനിയും വരാം. ബൈ ബൈ.